തച്ചിയോളോദേരൻ കളരി പഠിച്ച കളമാണ് പൊന്നിയത്തങ്കം. അത് ഉദ്ഘാടനം ചെയ്തതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് കളരിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാവുമോ സിഎമ്മേ? ഒന്നാമത് വിയർപ്പിൻ്റെ അസുഖം ഉള്ളവരാ കൂടുതലും മലയാളികൾ. ഈ വിയർപ്പിൻ്റെ അസുഖം കൂടുതലുള്ളതുകൊണ്ടാണ് മലയാളികൾക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ വക കാര്യങ്ങളൊന്നും ജനങ്ങളോട് നേരിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിയമസഭയിലുള്ള MLA-മാരെയും മന്ത്രിമാരെയും നമ്മൾ ആദ്യമേ തന്നെ കളരി പഠിപ്പിക്കണം. എന്നിട്ട് അവരിലൂടെ ജനങ്ങളെ ഇത് ബോധവൽക്കരിക്കണം. കരാട്ടെ അത് പഠിക്കണ മോഹവുമായി ചെന്നപ്പോൾ മാസ്റ്റർക്ക് ചിക്കൻ ബോക്സ്, പിന്നെ ബോക്സിങ് അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കളരി അത് പഠിക്കണമെന്നുണ്ട്, പക്ഷേ ടൈം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാവുന്നതേ റെഡി 1 2 3 എന്നുള്ള ആ നാടൻ തല്ലല്ലയോ, അതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ ആശാൻ കളരിയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാതിരിക്കാൻ പാടില്ല. പുലിയായിരിക്കത്തില്ലയോ ആശാനെ കണ്ടു കഴിഞ്ഞാല് കളരി അറിയാൻ പാടില്ലാത്താണെന്ന് പറയത്തുമില്ല. എനിക്കെന്തായാലേ കളരി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കളരി എന്ന് പറയുന്നത് കേരളത്തിന്റെ ആയോധന കലയാണ്. അത് നശിച്ചു പോകാൻ നമ്മളായിട്ട് അനുവദിക്കരുത്. CMA നമുക്ക് ഇന്ന് തന്നെ കളരി തുടങ്ങിയാലോ? വാളം പരിചയം പറയട്ടെ. എന്തിനെടുക്കണ്? ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ലേ? ഞാൻ ഈ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ അച്ചുമാവനോട് പറഞ്ഞിരുന്നത്. അദ്ദേഹം നമുക്ക് കളരിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു തരും. ആശാനെ, അതൊക്കെ അച്ചുമാവനെ കൊണ്ട് പറ്റുമോ? അതും ഈ പ്രായത്തില്? വാരിക്കുന്തം പടവാളാക്കിയ ആളല്ലേ, പിന്നെ ഇതൊക്കെ എന്താണ് രണ്ടുപേർക്കും എന്തോ ഒരു സംശയം പോലെ? നമ്മുടെ അച്ചുമാവയുടെ കാര്യം ഓർത്തിട്ടാണോ? അദ്ദേഹം ഇപ്പോ ഒരു മൂലയില് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നു എന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഒരംഗത്തിനുള്ള ബാല്യം അദ്ദേഹത്തിന് ഇനിയും ബാക്കിയുണ്ട്. എന്താ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി അംഗത്തട്ടിലേക്ക് ചെല്ലും. അപ്പോ CM വരുന്നില്ലേ? ഞാൻ വന്നോളാം. നമ്മുടെ മന്ത്രിമാരൊക്കെ കളരി പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും വിളിച്ചിട്ട് ഒരു കളരി ചലഞ്ചിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അത് ശരിയാ, അതുകൂടെ ബാക്കിയുണ്ട്. അതെ, എന്നാ ഞങ്ങളെ അംഗത്തട്ടിലേക്ക് ചെല്ലട്ടെ. ആശാനെ, ഏതോ പള്ളിയിലച്ചൻ വരുന്നുണ്ട് കേട്ടോ. ജലന്ധർ എന്നാന്നാ എനിക്ക് തോന്നുന്നത്. എടോ, അത് പള്ളിയിലച്ചനൊന്നും അല്ല, പിന്നെ ഏതോ അറബിയ. ചിലപ്പേ സൗദി രാജകുമാരനായിരിക്കും. അയ്യോ, ഞാൻ അറബിയ ഇതുവരെ കണ്ടിട്ടില്ല. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. അയ്യോ, ആശാൻ അറബിയൊക്കെ പഠിച്ചോ? പിന്നെ ഞാൻ കുറെ നാള് മദ്രാസിലായിരുന്നല്ലോ. വേർ ഈസ് യുവർ CM? CM-നെ ഇന്ന് കാണാൻ പറ്റത്തില്ല, അല്പം തിരക്കില. ഈ അറബി വേഷമൊക്കെ കെട്ടിയത് വെറുതെ ആയിപ്പോയല്ല. എന്നാലും ഇവരിൽ നിന്ന് കുറച്ച് രഹസ്യങ്ങൾ ചോർത്താം. CM എവിടെ പോയതാ? CM-നെ ഒരു ഉദ്ഘാടന മാമാങ്കം ഉണ്ട്. കളരി പഠിക്കാൻ വന്നാണോ? കൈരളി? അയ്യോ, കൈരളിയല്ല, കളരി. ലോകത്തിലെ ആയോധന കലയുടെ അമ്മയാണ് കളരിപ്പയറ്റ് എന്ന് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ CM പറഞ്ഞതാ. അതവിടെ നിൽക്കട്ടെ. കാസർകോട്ടെ പെരിയ രാഷ്ട്രീയ കൊലപാതക കേസ് CBI അന്വേഷിക്കുന്നതിന് സർക്കാരിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾ ഇപ്പൊ തന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചല്ലോ. നടന്നത് ക്രൈമാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, നന്നായി. എടോ, ഈ ശബ്ദം എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. ശരിയാണല്ലോ ആശാനെ. ഇത് നമ്മുടെ ചിന്നത്തല സാറല്ലേ? ഇതെന്തിനാ സാറേ ഇങ്ങനെ വേഷം കിട്ടിയ ആളെ പറ്റിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലേ? ഇതെന്നാ CID നസീറോ? കവളത്തെ ഒരു മറവും കൂടി ഫിറ്റ് ചെയ്ത് സ്വർണ്ണമീനിന്റെ ചേലത്ത കണ്ണാണ് എന്ന പാട്ടും കൂടി പാടിയാലേ ഒട്ടും തിരിച്ചറിയില്ലായിരുന്നു. അതെ, ഒന്നും വിചാരിക്കരുത്. നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് അറിയാൻ രഹസ്യ പഠനത്തിന് ഇറങ്ങിയതാ ഞാൻ. അതിനു മുമ്പേ സാറൊരു കാര്യം ചെയ്യേ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മെഗാപോൾ സർവേ സാറൊന്ന് പഠിക്ക. ഇന്നലെ ഇറങ്ങിയതാ. അതിൽ പ്രധാനമന്ത്രി തുടരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിമാൻ വരുമെന്നേ കേവലം 9% ആൾക്കാരെ പിന്തുണയ്ക്കുന്നുള്ളൂ. എന്നാ പിന്നെ ഗാന്ധിമോനെ കണ്ട് ഈ അറബി വേഷം അങ്ങ് പുള്ളിയെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ അല്പം തിരക്കില്ല. ഞങ്ങളുടെ മൂത്ത സഹാവിനെ കണ്ടേ പുതിയ കളറി മുറകൾ പഠിക്കാൻ പോവുകയാ. എങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ. അയ്യോ, VS-ന്റെ മുന്നിലേക്കോ? അറബിയാണെന്ന് പറഞ്ഞാൽ മതി. പോന്നോട്ടെന്നേ, ഒന്നുമില്ലെങ്കിലേ നമ്മളൊക്കെ ഒരേ തൊഴിലുകാരല്ലേ, വാ പോകാം. വരണം മന്ത്രി പുങ്കവ, ഇരിക്കൂ. ഞങ്ങളേ
കളരിപ്പയറ്റ് പഠിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ആ പഴയ അടവുകളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ആശാനെ, ഈ കളരി എന്ന് പറഞ്ഞാൽ ഒരു പരിശീലനമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി ഒരു പരിശീലനം നടത്തിയല്ലോ. എന്നതാ അതിന്റെ പേര്? അതൊന്നേ ഞങ്ങൾക്കൊരു പിടുത്തവും ഇല്ല. അത് ഞാൻ തന്നെ പറയാം. ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ്. പിന്നെ ഒരു ദിവസം 25,000 കുട്ടികൾക്ക് ആ ട്രെയിനിങ് കൊടുക്കുന്നത്. അറിഞ്ഞായിരുന്നു. ഈ പക്ഷാഘാതം, തീപ്പൊള്ളൽ, ഹാർട്ട് അറ്റാക്ക് ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രഥമ ശുശ്രൂഷയല്ലേ? അതെ, മുഖ്യന്റെ ഓഫീസിൽ ഒരാൾക്കെങ്കിലും വിവരാധിക്യമുണ്ട്. അല്ല, ഇതാരും താനമോ? അതെ, താനുമുണ്ടോ കളരി പഠിക്കാൻ? കളരിപ്പറ്റ് അതിന് മാത്രമുള്ളതല്ല സാറേ, സമഗ്ര വ്യക്തിത്വ വികസനമാണ് സാർ അതിലൂടെ ലഭിക്കുന്നത്. യെസ്, ഐ നെവർ ഒബ്ജക്റ്റ് ഇറ്റ്. ലിസൺ, പുൽവാമ ഭീകരാക്രമണത്തിൽ നമ്മുടെ ഫോഴ്സിലെ ചിലരെ അവർ വധിച്ചു. അത് നമ്മൾ തിരിച്ചടിക്കുന്നതിന് മുൻപ് ബുദ്ധിപരമായിട്ടുള്ള ഒരു യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. അത് അവരുടെ സമഗ്രമായ വ്യക്തിത്വത്തെ തകർക്കും. രവി, ബിയാസ്, സത്ലജ് ഈ 3 നദികളും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളാണ്. ഇത് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു. ആ വെള്ളം പഞ്ചാബിലേക്കും കാശ്മീരിലേക്കും നമ്മൾ വഴിതിരിച്ചു വിടുകയാണ്. അതോടെ അവരുടെ വെള്ളം കൂടി മുട്ടും. എ ബ്ലോക്കിംഗ് ദ ഡ്രിങ്കിങ് വാട്ടർ ഓപ്പറേഷൻ. എടോ, അതൊരു മനുഷ്യത്വരഹിതമായ പണിയല്ലേ? അതെ അതെ, അവിടുത്തെ കുറേ പ്രദേശങ്ങളെ വരൾച്ചയിലായി പോവില്ലേ? ലിസൺ, 1960 സെപ്റ്റംബർ 19 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു കരാറാണിത്. അന്ന് ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു നമ്മുടെ നെഹ്റുജിക്ക്. ഇപ്പോൾ ഞങ്ങൾ അത് തിരിച്ചു പിടിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി. നമ്മളിങ്ങനെ കത്തിമുള്ളും പോലെ അത് ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സന്തോഷത്തോടെ കളരി പിടിക്കാൻ പോകാം. അതെ, ഇപ്പൊ എല്ലാവർക്കും കളരിപ്പയറ്റൊന്നുമല്ല താല്പര്യം, പണപ്പയറ്റിലും കസേരപ്പയറ്റിലുമാ. സഖാവേ, കളരി പഠിക്കാനേ ഒരാളെ കൂടെ വിളിക്കട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു നല്ല കാര്യത്തിനല്ലേ. ചുമ്മാമ, അതിർത്തിയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ തന്നെ വേണം എല്ലാത്തിനും, അത് നിർബന്ധമാണ് പ്രിയ മഹേഷ്. അപ്പോൾ പോയിട്ട് വരാം. തനം, ഈ അതിർത്തി ചെല്ലുമ്പോ ഒന്ന് തള്ളി നോക്ക്, ചിലപ്പോ അതിർത്തി അങ്ങോട്ട് നീങ്ങിയാലോ. അതിനെ എൻ്റെ ഒരൊറ്റ തള്ളു മതി. അതിനും ആരെങ്കിലൊക്കെ വേണമല്ലോ. കളിയാക്കണ്ട, മഹാനാ മഹാൻ. അസ്സലാമലൈക്കും. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇരിക്കും. അല്ല, ഇതാരാ, ജയ്ഷയോ അതോ ഹിസ്ബുള്ളോ? അതെന്താ സഖാവ് അങ്ങനെ പറഞ്ഞത്? അല്ല, ഇന്ത്യയെ തകർക്കാൻ ആ ഹിസ്ബുള്ളും തയ്യാറെടുക്കുന്നു എന്ന് അറിഞ്ഞു. ഏയ്, അങ്ങനത്തെ ആളല്ല ഞാൻ. അല്ല, ഇത് നമ്മുടെ ചിന്നത്തലയല്ലേ? സഹാബി ഇത്ര പെട്ടെന്ന് മനസ്സിലായോ? ആശാനെ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുന്നലിൽ തുടങ്ങിയ ഈ ജീവിതം എന്റെ മുന്നിലാ ഈ പ്രച്ഛന്ന വേഷം. മലയാളിയുടെ തെരഞ്ഞെടുപ്പ് മനസ്സറിയാനേ വേഷം മാറി നടക്കുക. ഒരു കണക്കിന് നന്നായി. ഇപ്പോ എല്ലാവരും ജാഥയുടെ പുറകെയല്ലേ. ജാഥ എന്ന് കേൾക്കുമ്പോ ജനങ്ങൾക്ക് കലി. സഖാവേ, രാഷ്ട്രീയം രണ്ടാണെങ്കിലും നമ്മൾ നേതാക്കന്മാർ സഹകരിച്ചു പോകുന്നതല്ലേ നല്ലത്. ആശയപരമായും മാനസികപരമായും ധനപരമായും. അതൊക്കെയാണല്ലോ നമ്മുടെ രാഷ്ട്രീയം. അതെ, നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കളരിപ്പയറ്റ് പഠിക്കാൻ പോകണ്ടേ? അതെ, നിങ്ങളെല്ലാവരും കൂടി കളരിത്തറ ഒരുക്കണം. എന്നിട്ട് അടവുകൾ ഓരോന്നായി ഞാൻ അങ്ങ് പഠിപ്പിച്ചു തരും. അപ്പോ ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. എല്ലാവരും ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എല്ലാവരും അനുസരിക്കണം, കേട്ടോ? ആശാനെ, തുടങ്ങാം. ഇടത് മാറി, വലത് കുത്തി, ഇടത്തേക്ക് ചാടി,
ഇടതു നിൽക്കുന്നയാള് വലത്തേക്ക് മാറ്റി. ഒരു നിമിഷം. അപ്പോഴേ നിങ്ങൾക്ക് ഇവിടെ ആയുധ പരിശീലനമില്ല. ഒരു 6 കോല് മാറി അവിടെ നിന്ന് ഇതെല്ലാം കണ്ടുപിടിക്കുക. അപ്പോ തുടങ്ങാം. ഇടത് മാറി വലത് ചാടി മുന്നോട്ടാഞ്ഞ് വെട്ടി കുത്തി ഇടത്തേക്ക് ചാടി. ഇത്രയും പഠിച്ചല്ലോ. ഇനിയിപ്പോ അടുത്തതായി കായിക പരിശീലനം. അല്പം വിശ്രമിച്ചിട്ട് വെള്ളം വല്ലതും കുടിക്കാം. ആയിക്കോട്ടെ. ഈ അച്ചുമാമനെ സമ്മതിക്കണം, ഇത്ര പ്രായമായിട്ടും പഠിച്ചതൊന്നും മറന്നിട്ടില്ലല്ലോ. എടോ, ഇതൊന്നും ഞാൻ മറക്കില്ല. അതൊക്കെ നിങ്ങൾ ഓർക്കുന്നത് നല്ലതാ. വെള്ളം കുടിച്ചോ. നമുക്കേ തുടങ്ങാൻ സഖാവേ. കളരി കാണാത്ത മന്ത്രി എന്നേ ചില അസൂയക്കാര് പറഞ്ഞു കിടക്കുന്നത്, അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതിലൊന്നും കാര്യമില്ലെന്നേ. ഇപ്പൊ കേരളത്തിലുള്ള ജനങ്ങളെല്ലാരും ആശാനെ എനിക്ക് വിളിക്കുന്നേ. അതുപോലെ എങ്കിലേ നമുക്ക് തുടങ്ങാം. ചിഹ്നത്തിൽ അങ്ങോട്ട് മാറി നിൽക്ക്. ഇതേ ഞങ്ങൾക്കുള്ള അടവാ. ആ അടവ് പഠിക്കാനല്ലേ ഞാനിവിടെ വന്നത്. ആ അടവ് പഠിക്കണമെങ്കിലേ അങ്ങോട്ട് മാറി നിന്ന് കണ്ടു പഠിച്ചാ മതി അല്ലേ? അതെ സാറ് ഏകലവ്യൻ അയക്കൂ. അതെ, തനിക്കൊരു ഉറുമി അടവും കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. എന്റെ കൂടെ മര്യാദക്ക് നിന്നാൽ അതിൻ്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ. അപ്പോഴേ ആദ്യം കുറച്ച് രഹസ്യ അടവുകൾ നമുക്ക് പഠിക്കാം. എന്നിട്ട് മതി ഉറുമി അടവൊക്കെ. സഖാവേ, നമുക്ക് ആദ്യം ഉറുമിയുടെ അടവ് പഠിക്കാം. എനിക്ക് തിയറിയൊന്നും പഠിക്കണ്ട. ആശാനെ, സഖാവിന്റെ കയ്യിൽ നിന്ന് കുറെ അടവുകൾ നമുക്ക് കിട്ടാനുണ്ട്. ഇലക്ഷൻ വരുമ്പോഴേ എടുത്തു പയറ്റാം. എന്താണോ ഞാനറിയാതെ ഒരു PB യോഗം? ഒന്നുമില്ല സഖാവേ, അടവ് പഠിക്കേണ്ട ആവശ്യകത ഇയാള് പറയുകയായിരുന്നു. സഖാവ് തുടങ്ങിക്കോ. അതെ, ഏതൊരു കളരിയാശാനും ശിഷ്യന്മാർക്ക് എല്ലാ അടവുകളും പഠിപ്പിച്ചു കൊടുക്കത്തില്ല. ഇങ്ങനെ ശിഷ്യന്മാർക്ക് പലതും പറഞ്ഞു കൊടുക്കാതെ ഈ കളരി ഗുരുക്കന്മാരങ്ങ് മരിക്കും. അങ്ങനെയാണല്ലോ ഈ കളരിക്ക് ഈ അവസ്ഥയായത്. അത് തന്റെ ഏറ്റവും നല്ല ശിഷ്യന് കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാ. അതിന് സഖാവിന് ഭാഗ്യമുണ്ട്. ഞാൻ നിൽക്കുന്നു ഏറ്റവും നല്ല ശിഷ്യൻ. എന്നാ മാങ്ങാത്തൂല്യ, മനുഷ്യൻ വേർത്ത് കുളിച്ച് നിൽക്കുക. നിങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ ഇത് വേഗം പഠിപ്പിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ കാര്യങ്ങൾ പോയി പഠിക്കാൻ. കളരി 2 തരമുണ്ട്, വടക്കനും തെക്കനും. വടക്കൻ ആയുധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, തെക്കൻ ചൂടുകൾക്ക്. എന്നാലേ നമുക്ക് വടക്കൻ മതി. അത് ശരിയാ, നമുക്ക് വടക്ക് പാസ്സായാൽ ഓട്ടോമാറ്റിക്കായിട്ട് തെക്കോട്ട് വരാം. എന്നാ തുടങ്ങിക്കോ. ലാൽ സലാം സഖാവേ. താനെന്തോടെ ഇവിടെ? സാറേ, എനിക്കും കളരി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എടോ, ഇത് രാഷ്ട്രീയക്കാർക്കുള്ള കളരിയാ. അയ്യോ സാറേ, ഞാനും രാഷ്ട്രീയക്കാരനായിരുന്നു. പ്രാദേശിക രാഷ്ട്രീയത്തിലായിരുന്നേ. പിന്നെ ജോലി എടുത്ത് ജീവിക്കണമെന്ന് തോന്നിയപ്പോ ചെറിയ പുതിയ തട്ടിപ്പ് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങി. ഇപ്പൊ ലോട്ടറി കച്ചവടാ പരിപാടി. അതെ, ചിതയിൽ വെക്കാൻ പറ്റാത്ത വിധത്തിൽ ചെതറച്ചു കളയും. ആശാനെ, ഇതാ കാസർഗോഡ് ജില്ലാംഗം പറഞ്ഞല്ലേ? അല്ല ആശാനെ, നിങ്ങളെല്ലാരും എന്തിനാ ഇപ്പൊ ഈ കളരി പഠിക്കുന്നത്? അതെ, ഞങ്ങൾ വേണ്ട ഈ രാജ്യത്തെ രക്ഷിക്കാൻ. അതിനു വേണ്ടിയാണോ? നിങ്ങൾ ഈ പഠിച്ച അടവേ രാജ്യത്തെ രക്ഷിക്കാനല്ല, നിങ്ങളെ രക്ഷിക്കാനാ. പിന്നെ ഈ അടവൊക്കെ കണ്ടിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നതേ നിങ്ങളെ പേടിച്ചട്ടാ. ഇടതു മാറി വലതു മാറി വലത്തു വീത് ഇടത്തു വീത് വലതു വയ്യോട്ട് മാറി വലിഞ്ഞമർന്ന്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ജ്ഞാനികളായ കളരിയാശാന്മാർ കേരളം രൂപീകരിക്കുന്നതിന് എത്രയോ മുൻപ് മനസ്സിലാക്കിയിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന്. എന്താ അല്ലേ? ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24 ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.